എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിലെ ഒരു 1.5-2 വയസ്സ് കഴിയുമ്പോൾ അധിക പാരന്റ്സും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ടെമ്പർ ടാൻട്രം. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ വാശിയും ദേഷ്യവും കരച്ചിലും ഒക്കെ കാണിക്കുന്ന ഒരു അവസ്ഥ. അത് വളരെ മൈൽഡ് ഫോംസ് നിന്ന് വളരെ സിവിയർ ഫോംസ് വരെ ഇങ്ങനെ വേരി ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുമ്പോൾ ചില കുട്ടികൾ ചില കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞു കരയുന്നു, തല അവിടെ ഇവിടെയും കൊണ്ട് ഇടിക്കുന്നു, അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു വയലന്റ് ബിഹേവിയർ വരെ ഈ ടെമ്പർ ടാൻട്രം പോവാറുണ്ട് വളരെ സിവിയർ ഫോംസിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ടെമ്പർ ടാൻട്രം നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം നോ പറയുക, ഫേം ആയിട്ടുള്ള ഒരു നോ പറയുക. പിന്നെ ടൈം ഔട്ട് കൊടുക്കുക, കുഞ്ഞിനൊന്ന് കൂൾ ഡൗൺ ചെയ്യാനുള്ള സമയം തനിയെ വിടുക എന്നൊക്കെ ഉള്ളതാണ് അതിനുള്ള മാർഗങ്ങൾ. പക്ഷേ എനിക്കറിയാം അധിക വീടുകളിലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര പ്രാക്ടിക്കലി കറക്റ്റ് ആയിട്ട് നടക്കാറില്ല. നമുക്ക് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ടെമ്പർ ടാൻട്രം ഈ പറയുന്ന മാർഗങ്ങൾ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണുന്ന പ്രശ്നങ്ങളാണ്. ഈ പറയുന്ന വീടുകളിൽ അധികവും അച്ഛനമ്മമാരുടെ കൂടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അച്ഛമ്മയോ അച്ഛച്ചനോ ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ അച്ഛനമ്മമാർക്ക്, അതായത് ഗ്രാൻഡ് പാരന്റ്സിന് നമ്മളെക്കാൾ ഇഷ്ടമാണ് അവരുടെ പേരക്കുട്ടികളെ. അപ്പൊ പലപ്പോഴും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ച് കരയുമ്പോൾ അച്ഛനും അമ്മയും നോ പറഞ്ഞാൽ പോലും ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്ത് ചെയ്യും? എന്തിനാ കുഞ്ഞിനെ വെറുതെ കരയിക്കണേ, ഓക്കെ, ഒരു കുഞ്ഞിക്കാര്യല്ലേ ചോദിച്ചു, അതങ്ങനെ ചെയ്തു കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അവരെന്താ വിചാരിക്കണം? അവരുടെ അമിത വാത്സല്യം, കുഞ്ഞുങ്ങളുടെ അടുത്തുള്ള പേരക്കുട്ടികളോടുള്ള അമിത വാത്സല്യം, ഇതേ ആളുകൾ തന്നെ നമ്മളോട് നമ്മുടെ ചെറുപ്പത്തിൽ നോ പറഞ്ഞിരുന്ന ആളുകളാണ്. പക്ഷെ ആ നോ അവർക്ക് അവരുടെ പേരക്കുട്ടികളടുത്ത് പറയാൻ പലപ്പോഴും പറ്റാറില്ല. അത് അവരോടുള്ള അമിത ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്ത് പറ്റും? കുട്ടികൾ നിർത്താതെ കരഞ്ഞിട്ട് ഇങ്ങനെ ശ്വാസം നിന്ന് പോവുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തലചുറ്റി പോവുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഇവരിത് പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ടോക്ക് നിങ്ങൾ കേൾപ്പിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ അവരെയാണ്. അത് എന്തുകൊണ്ടാച്ചാൽ അവർ അമിത സ്നേഹം കൊണ്ട് കാണിക്കുന്ന ഈ ഒരു കാര്യം ആ കുഞ്ഞിനെ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കുഞ്ഞൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റും വാശി പിടിക്കുമ്പോൾ, നാളെ ആ കാര്യങ്ങളുടെ ആ ഗൗരവം കൂടും, ചോദിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം കൂടും, കുഞ്ഞിന്റെ വയലന്റ് ബിഹേവിയറും മോശമാവും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ അതിനുള്ള ഒറ്റ പ്രതിവിധി മുളയിലേ നുള്ളുക എന്നുള്ളതാണ്. അത് തുടക്കത്തിലേ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റന്റ് നോ വീട്ടിലെ എല്ലാവരും പറയണം, അച്ഛനും അമ്മയും മാത്രമല്ല. പലപ്പോഴും എന്താ വെച്ചാൽ ഈ അച്ഛനും അമ്മയും മാത്രം നോ പറയുമ്പോൾ അവർ മാത്രം ശത്രുക്കളാവും, ഈ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വളരെയധികം പെറ്റുകളാവും. അപ്പോ ഒരിക്കലും അത് ചെയ്യരുത്. മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും കൂടിയാണ് പറയുന്നത്. അച്ഛനും അമ്മയും നിങ്ങളുടെ മക്കള് നോ നിങ്ങളുടെ പേരക്കുട്ടികളോട് പറയുമ്പോൾ നിങ്ങളും അതേ നോ തന്നെ പറയണം. അല്ലെങ്കിൽ നാളെ ഇവര് വഷളാവുന്നത് നിങ്ങൾ കാരണം കൂടിയായിരിക്കും. അപ്പൊ ഒരിക്കലും അതിനുള്ള ഒരു കാരണം നിങ്ങൾ ആവരുത്. അപ്പോൾ എല്ലാ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ.